കന്യാസ്ത്രീകൾക്കെതിരെ വീണ്ടും കേരള വിശ്വ ഹിന്ദു പരിഷത്ത്. കന്യാസ്ത്രീകളായതുകൊണ്ടും മലയാളികളായതുകൊണ്ടും അവരെ രക്ഷിക്കണമെന്നതാണ് ചില രാഷ്ട്രീയ സംഘടനകളുടെ നയം എന്നാണ് വിമർശനം. കുറ്റവാളികൾക്ക് ശിക്ഷ ഉറപ്പുവരുത്തണമെന്നും വിശ്വ ഹിന്ദു പരിഷത്തിന്റെ വാർത്താക്കുറിപ്പിൽ പറയുന്നു. നിതിൻ അംബുജൻ വിശദാംശങ്ങളുമായി. നിതിൻ, വളരെ ദീർഘമായൊരു കുറിപ്പാണെന്ന് മനസ്സിലാക്കുന്നു. എന്താണ് അതിൽ വ്യക്തമാക്കുന്നത്? വാർത്താക്കുറിപ്പാണ്. രൂക്ഷമായ പരാമർശങ്ങളാണ് അറസ്റ്റ് ചെയ്യപ്പെട്ട കന്യാസ്ത്രീകൾക്കെതിരെയും അതോടൊപ്പം തന്നെ പിന്തുണ നൽകിയ രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെയും വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ഭാഗത്തും ഉണ്ടായിരിക്കുന്നത്. മലയാളി ആയതുകൊണ്ടും കന്യാസ്ത്രീ ആയതുകൊണ്ടും ചില രാഷ്ട്രീയ പാർട്ടികളുടെ സമീപനം അത് അപലപനീയമാണ്. അതോടൊപ്പം തന്നെ മലയാളികളായതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചും കന്യാസ്ത്രീ ആയതുകൊണ്ടും പിന്തുണ ലഭിക്കുന്നുണ്ട്. ഇത് തീർത്തും അപലപനീയമായ ഒരു സാഹചര്യമാണ്. മാത്രമല്ല, മലയാളിയാണെങ്കിലും തെറ്റ് ചെയ്ത് ശിക്ഷിക്കപ്പെടുക എന്നുള്ളത് രാജ്യത്ത് നിലനിൽക്കുന്ന നിയമവ്യവസ്ഥയുടെ അടിസ്ഥാന പ്രമാണമാണ്. കന്യാസ്ത്രീ ആയതുകൊണ്ട് തന്നെ ഇവർക്ക് പിന്തുണ ലഭിക്കുന്നു. അത് ഏറെ ആശങ്കപ്പെടുന്നതാണ് ഈ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ഈ ഒരു വാർത്താക്കുറിപ്പിൽ പറയുന്നത്. മാത്രമല്ല, ഛത്തീസ്ഗഡ് നിയമസഭയിലെ 35 കോൺഗ്രസ് പ്രതിപക്ഷ MLA മാർ ഈ വിഷയത്തിൽ പാലിക്കുന്ന നിശബ്ദത, അവിടെ നടക്കുന്ന നിയമത്തിന് വിപരീതമായാണ് ആ കന്യാസ്ത്രീകൾ അവിടെ പ്രവർത്തിച്ചത്. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് MLA മാർ ഉൾപ്പെടെ നിശബ്ദത പാലിക്കുന്നതെന്നാണ് ഈ വാർത്താക്കുറിപ്പിൽ അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇരകളാക്കപ്പെട്ട കുട്ടികൾക്ക് നിയമസഹായം നൽകും. മാത്രമല്ല, സ്വകാര്യ തൊഴിൽ വേണ്ടിയാണ് ഇവരെ കൊണ്ടുവരുന്നെങ്കിൽ സംസ്ഥാനത്തെ തൊഴിൽ പോർട്ടൽ അവർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ തുടങ്ങിയ ചോദ്യങ്ങളാണ് ഈ വിശ്വ ഹിന്ദു പരിഷത്ത് ഇപ്പോൾ വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ CBCക്കെതിരെ വിശ്വ ഹിന്ദു പരിഷത്ത് രംഗത്ത് വന്നിരുന്നു. ഇപ്പോൾ പിന്തുണ നൽകിയ രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെയും കന്യാസ്ത്രീകൾക്കെതിരെയും ഗുരുതര പരാമർശങ്ങളോടുകൂടിയാണ് ഈ ഒരു വിശദമായ വാർത്താക്കുറിപ്പ് ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത്.